Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാരികകളെ പ്രണയിച്ച് കൊതി തീരാതെ വെള്ളൂരിലെ എ ഗോവിന്ദൻ മാസ്റ്റർ 1969 ഇറങ്ങിയ ദേശാഭിമാനി വാരികയുടെ ആദ്യ ലക്കം മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ലക്കം വരെ മാസ്റ്ററുടെ വായനയുടെ പരിധിയിലുണ്ട്. മാതൃഭൂമിയും മറ്റ് വാരികകളും ഓണപ്പതിപ്പുകളും വേറെ. ഇതിനായി ഇദ്ദേഹത്തിന് ഒരു വീട് തന്നെയുണ്ട്. വായനയെ പ്രണയിച്ച് ഇനിയും കൊതി തീർന്നിട്ടില്ല വെള്ളൂരിലെ ഗോവിന്ദൻ മാസ്റ്റർക്ക്. ആർദ്രതയും കരുണയും വറ്റാത്ത ലോകത്തെ സൃഷ്ടിക്കാൻ വായന കൊണ്ടേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുടെ പ്രതിനിധിയാണ് ഗോവിന്ദൻ മാസ്റ്റർ. വായന മാസ്റ്റർക്ക് വെറുമൊരു നേരം പോക്കല്ല. വായനയിലൂടെയുള്ള അറിവും ആനന്ദവും വായിച്ച പുസ്തകങ്ങളുടെ ശേഖരവുമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വത്ത്. അനുഭൂതിയും അനുഭവങ്ങളും സമ്മാനിച്ച വാരികകളത്രയും ഈ മുൻ അധ്യാപകൻ തലമുറകൾക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ദേശാഭിമാനി വാരികയുടെ ആദ്യ ലക്കം മുതൽ 1969 മുതൽ ഉള്ള എല്ലാ ലക്കങ്ങളും സൂക്ഷിച്ചിരിച്ചിട്ടുണ്ട്. 85 മുതൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ലക്കങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടും ബൈൻഡ് ചെയ്ത് അതിൻ്റെ കാറ്റലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. വായനയും പുസ്തകങ്ങളും അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വേറിട്ട നടത്തം. ദേശാഭിമാനി വാരികയുടെ തുടക്കം മുതലുള്ള ലക്കങ്ങൾ ഇദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നു. കൂടാതെ 1985 മുതലുള്ള മാതൃഭൂമി വാരികകൾ, യുക്തിരേഖ, ഗ്രന്ഥലോകം, ശാസ്ത്രഗതി, തുളുനാട് മാസിക എന്നിവയുടെ വലിയ ശേഖരം തന്നെയുണ്ട്. ഓരോ ലക്കത്തിൻ്റെയും ഉള്ളടക്കം സൂചിപ്പിക്കുന്ന കാറ്റലോഗും. ദേശാഭിമാനിയുടെ ആദ്യ ലക്കത്തെക്കുറിച്ച് എഴുതിയതിങ്ങനെ: മൂലധനത്തിലെ സാഹിത്യ പരാമർശങ്ങൾ ഡോക്ടർ G.P. മോഹൻ, ലെനിൻ്റെ വായന CS, അന്വേഷണം ബംഗാളി നോവൽ, കാക്കനാടൻ്റെ ഉഷ്ണമേഖലയെക്കുറിച്ച് MRCയുടെ ലേഖനം, പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ് എന്ന ദസ്തേവസ്കിയുടെ ചെറുകഥയുടെ വിവർത്തനം, സാംസ്കാരിക വിപ്ലവത്തെക്കുറിച്ച് തായാട്ടിൻ്റെ ലേഖനം. ഇങ്ങനെ പോകുന്നു വിവരണം. അമേരിക്കൻ പോർവിമാനം വെടിവെച്ചു വീഴ്ത്തിയ വിയറ്റ്നാം വനിതാ പടയാളിയുടെ ചിത്രവുമായാണ് ദേശാഭിമാനി വാരിക ഇറങ്ങിയത്. ദേശാഭിമാനി ഇറക്കിയ വിശേഷാൽ പ്രതികളും അവയുടെ ഉള്ളടക്കവും വിവരണത്തിലുണ്ട്. മാതൃഭൂമിയുടെ പഴയ ലക്കങ്ങളും സാഹിത്യ പഠിതാക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നവയാണ്. പല ആൾക്കാരും കേരളത്തിൻ്റെ എന്ന് തന്നെ പറയാം ഇവിടെ വന്നിട്ട് അതിന് പകർപ്പെടുത്ത് കൊണ്ടുപോയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെ യുക്തിരേഖ, ഗ്രന്ഥലോകം, തുളുനാട്, ശാസ്ത്രഗതി എന്നീ വാരികകൾ എന്നീ പ്രസിദ്ധീകരണങ്ങളും വരുത്തുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മലയാളം അധ്യാപകനായി വെള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും വിരമിച്ചു. അതിനുശേഷം 3 വർഷത്തോളം ദേശാഭിമാനിയിൽ പ്രൂഫ് റീഡറായി ജോലി ചെയ്തു. ഭാര്യ TV രാധ, മക്കൾ സത്യഭാനു, ചിത്രഭാനു, ചന്ദ്രഭാനു. വാരികകളുടെ പഴയ ലക്കങ്ങൾ തേടി ചരിത്രകാരന്മാരും ഗവേഷണ വിദ്യാർത്ഥികളും എഴുത്തുകാരും ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്ത് എത്താറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 30 വർഷത്തെ സേവനത്തിനു ശേഷം വെങ്ങര മാപ്പിള UP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അബ്ദുൽ ഖാദർ മാസ്റ്ററിന് വേറിട്ട യാത്രയയപ്പ് നൽകി സഹപ്രവർത്തകരും കൂട്ടായ്മയും. 30 കിലോഗ്രാം തൂക്കമുള്ള ഭീമൻ കേക്ക് മുറിച്ചായിരുന്നു യാത്രയയപ്പ്.
30 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ മാസ്റ്ററുടെ ഓർമ്മകൾ അന്നേ ദിവസം 30 കിലോഗ്രാം കേക്കായി മേശപ്പുറത്ത് വിരിഞ്ഞു. 3 പതിറ്റാണ്ട് കാലം കുട്ടികളുടെ മനസ്സിൽ അക്ഷരങ്ങൾ പാകിയ അധ്യാപകന്റെ സ്നേഹം ക്രീമിന്റെ മൃദുത്വത്തിലും പഞ്ചസാരയുടെ മധുരത്തിലും നിറഞ്ഞു. കുട്ടികളും അധ്യാപകരും ഒന്നിച്ചു പങ്കുവച്ച ആ കേക്കിന്റെ മധുരം നാവിൽ രുചിയോറുമ്പോഴും കണ്ണു നനയിച്ചു. മാസ്റ്റർ നമ്മൾക്ക് തന്നത് പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ പാഠങ്ങളാണ് എന്ന വാക്കുകൾ ചടങ്ങിലുടനീളം മുഴങ്ങി. അബ്ദുൽ ഖാദർ മാസ്റ്ററുടെ കണ്ണുകളിൽ നിറഞ്ഞത് അഭിമാനത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര കണ്ണീർ. സർവീസിൽ നിന്ന് വിരമിച്ചാലും ആ മധുരം പോലെ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്കൂളിന്റെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. മാനേജർ SAP മൊയ്നുദ്ദീൻ, മെമ്പർമാരായ മൊഹ്സിന SH, റഫീഖ് SU, ഹംസക്കുട്ടി K, MK ബീരാൻ, SLP മൊയ്തീൻ കുഞ്ഞി, VP മുഹമ്മദ് അലി, MPTA പ്രസിഡന്റ് ഫാത്തിമ, ഹെഡ്മാസ്റ്റർ K ഹാരിസ്, സ്റ്റാഫ് സെക്രട്ടറി KT സാജിദ്, K അബ്ദുൽ ലത്തീഫ, M ഷാദുൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോറോം തോട്ടത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പ് ഫലവൃക്ഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 1 ഇഞ്ച് സ്ഥലം പോലും ശങ്കരൻ വെറുതെ ഇട്ടിട്ടില്ല. കോറോം തോട്ടത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ ഇല്ലത്തെത്തിയാൽ ഫലവൃക്ഷങ്ങളുടെ ധാരാളിത്തമാണ്. 20ഓളം വൈവിധ്യമാർന്ന മാവുകളുണ്ട് ഇവിടെ. അത്ര തന്നെ വിവിധ ഇനങ്ങളിൽപ്പെട്ട പ്ലാവുകളും. സപ്പോട്ട മരങ്ങൾ കായ്ച്ചു നിൽക്കുന്നു. റംബുട്ടാനും ദുരിയനും മാങ്കോസ്റ്റിനും ഫാഷൻ ഫ്രൂട്ടും അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഫലവൃക്ഷങ്ങളുണ്ട്. ഇതൊന്നും ശങ്കരൻ വിൽക്കാറില്ല. ഇവിടെ വരുന്നവർക്ക് സൗജന്യമായി നൽകും. കൂടാതെ കമുകും തെങ്ങും കുരുമുളകുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം വാഴകൃഷിയുമുണ്ട്. ഇത് വാഴകൃഷി നടത്തുന്നത് ഭാര്യയാണ്. ഭാര്യ സരസ്വതിക്ക് പൂക്കളോടും നല്ല കമ്പമാണ്. അതുകൊണ്ട് ചെടികളും ധാരാളം പരിപാലിക്കുന്നു. ഇതില് തെങ്ങുണ്ട്, 100ലധികം തെങ്ങുണ്ട്. പിന്നെ കഴുങ്ങ് 1000ഓളം ഉണ്ട്. കഴുങ്ങ് കുലച്ചതും കുലക്കാത്തതായിട്ട്. പിന്നെ കശുമാവുണ്ട്, കുരുമുളകുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം സപ്പോട്ട ഇഷ്ടം പോലെ ഉണ്ട്. 3 വലുത് കായ്ച്ചതും കുറേ കായ്ക്കാത്തതും ഉണ്ട്. പിന്നെ പ്ലാവ് കുറേ തരമുണ്ട്. 10-15 പ്ലാവുണ്ട്. മറ്റേ കരിമ്പത്തെന്ന് കൊണ്ടുവന്നുണ്ട്. പിന്നെ സീസൺ 3 ഉണ്ട്. പിന്നെ ഹോൾ സീസൺ, ഇങ്ങനെ കുറേ പ്ലാവുണ്ട്. പിന്നെ അതുപോലെ മാവുണ്ട്, 10-15 എണ്ണമുണ്ട്. അത് കുറേ തരാണ്. ഹിമാവതിനുണ്ട്, മറ്റേ അങ്ങനെയുള്ള കുറേ തരങ്ങളുണ്ട്. അതിൻ്റെ പേരൊന്നൊക്കെ എല്ലാറ്റിനൊന്നും അറിയില്ല. എല്ലാം ഒരുവിധം ഉണ്ട്. കുഞ്ഞുങ്ങൾ മാവടക്കുണ്ട്. 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 1 ഇഞ്ച് സ്ഥലം പോലും ശങ്കരൻ വെറുതെ ഇട്ടിട്ടില്ല. മാമ്പഴക്കാലമായാൽ ഇവിടെ എത്തുന്നവർക്ക് തണുത്ത കാറ്റേൽക്കുകയും മാമ്പഴം കഴിക്കുകയും ചെയ്യാം. ദേവി സഹായം സ്കൂളിന് സമീപത്തായാണ് വീട്. LIC ഏജന്റാണ് ശങ്കരൻ. ഉദ്യോഗസ്ഥരായ ധന്യയും ദീപയും വിദ്യാർത്ഥിയായ ദർശനുമാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പാലക്കുന്നിലെ സതീശന് സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ്. സതീശൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തെല്ലാം ഒരു പാട്ടുപെട്ടിയും കൂടെയുണ്ടാകും. വർഷം 35 കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഈ പാട്ടുപ്രണയം തുടങ്ങിയിട്ട്. കരിവെള്ളൂർ പാലക്കുന്നിലെ പൂവക്കണ്ടത്തിൽ സതീശന് സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 4 പതിറ്റാണ്ടിലേറെ കാലമായി സതീശൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം പാട്ടുപെട്ടിയും കൂടെയുണ്ടാകും. വീടുകളിൽ ചെന്ന് വിറക് കീറിക്കൊടുക്കലാണ് സതീശന്റെ ജോലി. ജോലി ചെയ്യുന്ന വീട്ടിലെത്തി പാട്ട് വെച്ചിട്ടേ സതീശൻ പണി തുടങ്ങാറുള്ളൂ. പാട്ടുകൾ കേട്ട് ജോലി ചെയ്താൽ ജോലി ആയാസരഹിതമാക്കാം എന്നാണ് സതീശന്റെ പക്ഷം. 3 കൊല്ലമായിട്ട് ഞാൻ സംഗീതം ഇഷ്ടമാണ്. ഒരു 18 വയസ്സിൽ തുടങ്ങി ഈ ബോറിൻ്റെ പണി. സംഗീതം ഇഷ്ടമാണ്. സിനിമ കാണാറുണ്ട്. നസീറിന്റെയും ജയന്റെയും പാട്ടുകൾ മാത്രമേ സതീശൻ വെക്കാറുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധം കൂടി സതീശനുണ്ട്. ആദ്യകാലങ്ങളിൽ റേഡിയോ ആയിരുന്നു സതീശന് കൂട്ട്. ഇപ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുത്ത് റെക്കോർഡ് ചെയ്ത് സ്പീക്കറിൽ കൂടി കേൾക്കുന്നതും പതിവാണ്. ജോലി എത്ര ദൂരത്തായാലും ഈ റേഡിയോയും സ്പീക്കറും കൊണ്ടുപോകും. പാട്ടുകളില്ലാതെ ജോലിയെടുക്കുന്നതിനെക്കുറിച്ച് സതീശന് ചിന്തിക്കുക തന്നെ അസാധ്യം. പാട്ടിന്റെ ഒഴുക്കിന് തടസ്സമായതൊന്നും സതീശൻ വെച്ചു പൊറുപ്പിക്കാറില്ല. മഴുവെടുത്ത് ആഞ്ഞുവെട്ടുമ്പോൾ ശ്രദ്ധ ജോലിയിൽ തന്നെ. എങ്കിലും മനസ്സിന്റെ വിദൂരതയിൽ പാട്ട് അലയടിച്ചെത്തുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് 52-ാം വയസ്സിലും സതീശന് ആയാസരഹിതമായി മടി കൂടാതെ ജോലി ചെയ്യാനാകുന്നത്. ഭാര്യ പ്രസീത, മക്കൾ സജിൻ, പ്രജിൻ. സതീശന്റെ ഈ പാട്ടുകമ്പം കണ്ട് നാട്ടുകാർ പറയുന്നത് സതീശൻ ജോലിയെടുക്കുമ്പോൾ സ്പീക്കറിന് പാടാതിരിക്കാനാവില്ല എന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 10ാമത് സംസ്ഥാന നാടകോത്സവത്തിന് ഒരുക്കങ്ങളായി. ജനുവരി 8 വൈകുന്നേരം 5 മണിക്ക് കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നാടൻകലാ അക്കാദമി വൈസ് ചെയർമാനും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ 3 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ജനുവരി 8 രാത്രി 7:30 വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് നാടകം. 2ാം ദിനം അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84. ജനുവരി 10 ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന BC 321 മഗധ തുടങ്ങിയ നാടകങ്ങൾ വേദിയിലെത്തും. ജനുവരി 8 വൈകുന്നേരം 5 മണിക്ക് നാടൻകലാ അക്കാദമി വൈസ് ചെയർമാനും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ അധ്യക്ഷത വഹിക്കും. സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം DYSP CK സുനിൽകുമാർ നിർവഹിക്കും. 5:30 കണ്ണങ്കൈ നാടക വനിതാവേദി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരട്ട രാമായണ ചുവടുകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി പ്രദീപൻ തുരുത്തി പരിശീലിപ്പിച്ച വനിതാ പൂരക്കളി അരങ്ങേറ്റം നടക്കും. വിവിധ ദിവസങ്ങളിൽ വയനാർ ഗാനാലാപനം, നാടക ഗാനാലാപനം, നൃത്തവിസ്മയം എന്നിവ നടക്കും. ജനുവരി 11 വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നാടകവേദി പ്രസിഡന്റ് കണ്ണങ്കൈ കുഞ്ഞിരാമൻ, സെക്രട്ടറി M. രാകേഷ്, വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് സീമ കൃഷ്ണൻ, സെക്രട്ടറി രമ്യ പ്രിയേഷ്, ട്രഷറർ ശോഭ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കള്ള് മധുരമുള്ളതാണെങ്കിലും അത് ചെത്തിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ട് സഹിക്കണം. 3 പതിറ്റാണ്ടായി ചെത്ത് തൊഴിലായി സ്വീകരിച്ചയാളാണ് പെരളത്തെ ചെറുകോണത്ത് വസന്തൻ. വസന്തനെ ഒന്ന് പരിചയപ്പെടാം. കള്ളോളം നല്ലൊരു പാനീയം ഭൂലോകത്തില്ല മാളവരെ എന്നാണല്ലോ ചൊല്ല്. കള്ള് കുടിക്കാത്തവർ നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ ചുരുങ്ങും, പ്രത്യേകിച്ചും പുതിയ തലമുറ. എന്നാൽ അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. അത്തരത്തിലുള്ള ഒരു തൊഴിലാളിയെ നമുക്കിന്ന് പരിചയപ്പെടാം. എന്താണ് സുഹൃത്തെ താങ്കളുടെ പേര്? എൻ്റെ പേര് വസന്തൻ എന്നാണ്. ഞാനത് തുടങ്ങിയിട്ട് 20 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആയി പണി തുടങ്ങിയിട്ട്. അപ്പം നമ്മളെ സംഘടന CIT ആണ്. അപ്പോൾ ഈ തൊഴിലാളിയിലേക്ക് ആൾക്കാർ വരാതിരിക്കുന്നത് റിസ്ക്കുള്ള പണിയായതുകൊണ്ടാണ്. അപ്പം എവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇതിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ആൾ തീരെ വരാത്തൊരവസ്ഥ വരുന്നു. കൃത്യമായി നമ്മളെ തൊഴിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടെങ്കിൽ അത് നമുക്ക് കള്ള് കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്തെങ്കിൽ ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇതെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇങ്ങനെ നമ്മളെ തൊഴിലിനെ കുറിച്ച് പറയാനുള്ളത്. നാട്ടിൽ മുക്കിന് കള്ള് ഷാപ്പുകളുണ്ട്. പഴയ പോലെയല്ല. കള്ള് ഷാപ്പിൽ കയറാൻ ഇന്നാർക്കും വലിയ മടിയൊന്നുമില്ലതാനും. സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണല്ലോ കള്ള് ഷാപ്പുകൾ. എന്നാൽ കള്ള് ചെത്തിയെടുക്കുന്നതിന് പിന്നിൽ വലിയ അധ്വാനം തന്നെയുണ്ട്. കരിവള്ളൂർ പെരളത്തെ ചെറുകോണത്ത് വസന്തൻ ചെത്ത് തൊഴിലായി സ്വീകരിച്ചിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു. മുത്തശ്ശൻ ചെത്തു തൊഴിലാളിയായിരുന്നു. അതുകൊണ്ടാണ് വസന്തനും ഈ തൊഴിലിലേക്ക് വന്നത്. അക്കാലത്തൊക്കെ ചെത്തുതൊഴിലിന് വലിയ പത്രാസുണ്ടായിരുന്നുവെന്ന് വസന്തൻ ഓർത്തെടുക്കുന്നു. ഇന്ന് ചെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുമില്ല. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു ദുഃഖമെന്നും വസന്തൻ പറയുന്നു. പകരം ഒരാളെ വെക്കാമെന്ന് കരുതിയാൽ വരാൻ ആരുമില്ലതാനും. വസന്തൻ പറയുന്നത് കള്ള് പോലെ മധുരമുള്ളതല്ല ചെത്തു തൊഴിലാളിയുടെ ജീവിതമെന്നാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. വടുകുന്ത ശിവക്ഷേത്രം ഭക്തിസാന്ദ്രമാക്കി ഗുരുകുലം കലാകേന്ദ്രത്തിന്റെ സംഗീത സന്ധ്യ. കീർത്തനങ്ങളോടും ഭക്തിഗാനങ്ങളോടുമൊപ്പം ലളിതഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ഒരുമിച്ച് ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു.
വടുകുന്ത ശിവക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗുരുകുലം കലാകേന്ദ്രം സംഘടിപ്പിച്ച സംഗീത സന്ധ്യ വേദിയെ സംഗീത സാന്ദ്രമാക്കി. ഭക്തിയുടെ ആഴവും സംഗീതത്തിന്റെ മാധുര്യവും നിറഞ്ഞ ആലാപനങ്ങൾ ക്ഷേത്ര പരിസരം മുഴുവൻ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി. പ്രശസ്ത സംഗീതജ്ഞൻ ദീപക് മല്ലർ നയിച്ച സംഗീത സന്ധ്യയിൽ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒരുപോലെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇവെല്ലാം ഈ കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കീർത്തനങ്ങൾ, ആ കീർത്തനങ്ങളിലെ ഈ രാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള അതേ രാഗത്തിലുള്ള മറ്റ് സിനിമാ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഗാന സമന്വയത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ പരിപാടി ഉരുത്തിരിഞ്ഞത്. ഇപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദീപക് മല്ലറിനൊപ്പം AV അച്യുതൻ, കമലാക്ഷൻ, K രവിചന്ദ്രൻ, TP മനോജ്, P വിനോദ്, P ബിജു, KV പ്രജിത്ത് എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. തബലയിലൂടെ മനോജ് വെള്ളൂർ താളമിട്ടപ്പോൾ സീന മനോജ് ഋതത്തിലൂടെ സംഗീതത്തിന് പുതുജീവൻ പകർന്നു. കീബോർഡിൽ രജീഷ് നീലേശ്വരവും ഗാനങ്ങൾക്ക് സമ്പൂർണ്ണത നൽകി. പരിപാടിയിൽ 100 കണക്കിന് സംഗീതാസ്വാദകരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. താവം ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവും ആദിപരാശക്തിയും അനുഗ്രഹം വർഷിക്കുന്ന പുണ്യസന്നിധിയായ താവം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭക്തിനിർഭരമായ കളിയാട്ട ചടങ്ങുകളിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങളും നടക്കും. വിവിധ ദിവസങ്ങളിൽ വേട്ടക്കൊരുമകൻ ഊർപ്പഴശ്ശി വെള്ളാട്ടം, തിറ ഉത്സവം, ഇളംകോലം, തായ്പരദേവത, തെയ്യക്കോലങ്ങളും തിരുവായുധം എഴുന്നള്ളിപ്പ്, ശുദ്ധികലശം എന്നീ ചടങ്ങുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശ്രീസ്ത ഹരിത സംഘത്തിന്റെ വാഴകൃഷിയിടത്തിലെ ഇടവിള വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീസ്ത ഹരിത സംഘത്തിന്റെ വാഴകൃഷിയിടത്തിൽ നടത്തിയ ഇടവിള വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതൊരു ഗുണമേന്മയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശശുദ്ധി പുതിയ കാലത്ത് മുന്നോട്ട് വെക്കുന്നതിന് ഈ കൃഷിയിടത്തിൽ ഇടപെട്ട മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുക. വാർഡ് മെമ്പർ KKV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ, രാജേന്ദ്രൻ EV, P ദാമോദരൻ, P ബാലകൃഷ്ണൻ, V ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആലക്കാട് കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം പുനരുദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ആലക്കാട് കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം പുനരുദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഫണ്ട് ഏറ്റുവാങ്ങി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.